കുറുക്കൻ്റെ ഗുഹ കണ്ടിട്ടുണ്ടോ? ഹായ്, എല്ലാവർക്കും ട്രൈബ് ഡെലിഷ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജെത്തിൻ. ഞാൻ ടീന. കുറേ നാളായി നമ്മൾ സീ ഫുഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടല്ലേ? അപ്പോൾ ഇന്നൊരു അടിപൊളി ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗാർലിക് പെപ്പർ പ്രോൺസ്. അത് നമ്മൾ ഇവിടെ നിന്നുണ്ടാക്കുന്നു. അതുമായി നമ്മൾ പിന്നെ നമ്മുടെ മലമുകളിൽ പോകുന്നു. അവിടെ വെച്ചാണ് നമ്മൾ കഴിക്കുന്നത്. മുണ്ടക്കയം ടൗണിൻ്റെ ഫുൾ വ്യൂ അവിടെ നിന്ന് കാണാം. അപ്പം പ്രോൺസൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഡീവൈൻ ചെയ്തതാണ്, അതിൻ്റെ വെയിൻസൊക്കെ എടുത്ത് കളഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ബട്ടർഫ്ലൈ കട്ടും ചെയ്ത് വെച്ചതാണ്. ബട്ടർഫ്ലൈ കട്ട് എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനെ ഡീപ്പായിട്ട് കട്ട് ചെയ്യും. വെയിൻ കളഞ്ഞതിന് തന്നെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് കട്ട് ചെയ്യും. അപ്പം ഇതിങ്ങനെ സ്പ്ലിറ്റ് ആകും. കണ്ടോ? ഇത്രയേ ഉള്ളൂ. ആദ്യം നമുക്കിതൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ട ചേരുവകളൊക്കെ നമുക്കൊന്ന് ആഡ് ചെയ്യാം. ആദ്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പെപ്പർ, സോയ സോസ്, വിനീഗർ, കോൺഫ്ലോർ, എഗ് വൈറ്റ്, സോൾട്ട്. നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് പ്രോൺസ് ഡിപ്പ് ചെയ്യാനുള്ള പൊടികളിടാം. കോൺഫ്ലോർ, മൈദ, പെപ്പർ, ആവശ്യത്തിന് ഉപ്പ്. നന്നായിട്ട് ഇളക്കുക. ഇതെന്തുവാണെന്നറിയാമോ? ഇതാണ് പൂച്ചയ്ക്ക. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുന്നത്? കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്കിത് ഡീപ് ഫ്രൈ ചെയ്യാം. ഇനി നമുക്ക് പാൻ വെച്ചിട്ട് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യാം. നമ്മുടെ പ്രോൺസിലേക്ക് ബട്ടർ, കുറച്ച് ഓയിൽ, ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗാർലിക് ഇടാം. ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ചില്ലി ഫ്ലേക്സ്, കുറച്ച് വറ്റൽമുളക്, ഇനി നമ്മുടെ പ്രോൺസ് ഫ്രൈ ഇതിലേക്ക് ഇടാം. പെപ്പർ ഇടാം. കുറച്ച് ഉപ്പ് പൊടിയുണ്ട്.
Capsicum. കുറച്ച് സോയ സോസ്, പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത ആൽമണ്ടും കൂടെ. അപ്പോൾ നമ്മുടെ അടിപൊളി ഗാർലിക് പെപ്പർ പ്രോൺസ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ചൈനീസ് റെസ്റ്റോറൻറ്റിലൊക്കെ നിൽക്കുന്ന മണമുണ്ടല്ലേ ചായ? അപ്പോൾ ഇതും കൊണ്ട് നമുക്ക് നമ്മുടെ മലമണ്ടയിൽ പോകാം. പയറിൻ്റെ കാട് പിടിച്ച് കിടക്കുക, അത് കാരണം നമ്മൾ വടിയും കുത്തി വന്നത്. കുറുക്കൻ്റെ ഗുഹ കണ്ടിട്ടുണ്ടോ? ദേ അതാണ് കുറുക്കൻ്റെ ഗുഹ. ഞങ്ങളുടെ ഇവിടെ രാത്രി ആകുമ്പോഴേ നല്ല കൂച്ചയേക്കാം കുറുക്കന്മാരുടെ. വലിയ ഗുഹകളുണ്ട് ഇവിടെ, പക്ഷെ പകലവന്മാർ കാണത്തില്ല. നമ്മളെ കണ്ട പേടിയാണ്, രാത്രിയിൽ വന്ന് കിടക്കത്തുള്ളൂ. കണ്ടിത് കണ്ടോ, ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റും. ഇപ്പോൾ കാട് പിടിച്ചിരിക്കുന്ന കാരണം ശരിക്കും കാണത്തില്ല, പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ കയറി അകത്ത് കിടക്കാൻ പറ്റും. ഇതെല്ലാം അവന്മാരുടെ താവളമാണ്. രാത്രിയായി ഇവിടെ എല്ലാം ഉണ്ട്. ഞങ്ങളുടെ കോഴിയൊക്കെ ചിലപ്പോൾ പിടിച്ചുകൊണ്ട് പോകും. ടർക്കി ഉണ്ടായിരുന്നു രണ്ടെണ്ണത്തിനും പിടിച്ചുകൊണ്ട് പോയി. കാരണം അത് മുട്ടയിടുന്നത് പറമ്പിൽ എവിടെയെങ്കിലും എന്നിട്ട് അവിടെ അടയിരിക്കും. അപ്പം രാത്രി വന്ന് ഇവന്മാർ പിടിക്കും. നമ്മളങ്ങനെ മുകളിലെത്തി. ഇനി ഈ കാടൊന്ന് അടിച്ച് തെളിക്കണം. ഏതായിരുന്നു വഴി? അയ്യോ, ഞാൻ പുറയിലുണ്ടേ. അങ്ങനെ കുറേ നാൾക്ക് ശേഷം നമ്മുടെ മലമുകളിൽ എത്തി കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും കയറി കഴിയുമ്പോൾ കിടിലം വ്യൂവാണ്. നല്ല കാറ്റും. ആ കാണുന്നതാണ് മുണ്ടക്കയം ടൗണ്. നമ്മുടെ തിയേറ്ററും സീസൈ പള്ളിയൊക്കെ ഇവിടെ നിന്ന് ക്ലിയറായിട്ട് കാണാം. പിന്നെ അവിടെ നമ്മുടെ മണിമലയാറ് ഒഴുകുന്നത് കാണാം. ഇപ്പോൾ നല്ല വെള്ളമുണ്ട്, ആറ് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നത്. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മളിവിടെ 1-2 ഐറ്റംസ് ചെയ്തിട്ടുണ്ടല്ലേ? എന്തൊക്കെ? അതെ, പൊതിച്ചോറ് ചെയ്തിട്ടുണ്ട്. പിന്നെ മട്ടൺ ഗ്രില്ല് ചെയ്തു. അത് ഇവിടെ വെച്ച് ഗ്രില്ല് ചെയ്തു. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ ടൈം എടുത്തൊരു 3-4 മണിക്കൂർ എടുത്തല്ലേ? ഇടയ്ക്ക് നല്ല മഴയൊക്കെ പെയ്ത്. ഇവിടെ ഒരു കിടിലം വ്യൂ ആണ്. മുണ്ടക്കയം ടൗണിൻ്റെ ഏറ്റവും നല്ല വ്യൂ ഇവിടെ നിന്ന് കാണാം. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? യാ, കൊള്ളാം. സംഭവം പൊളിച്ചു. ഒരു ചൈനീസ് സ്റ്റാർട്ടറിൻ്റെ അല്ലേ? സ്റ്റാർട്ടറായിട്ടൊക്കെ കൊള്ളാം. ഗാർലിക്കും ബട്ടറും ഒക്കെ കൂടെ വന്നുകൊണ്ടൊരു നല്ല ചൈനീസ് ഫ്ലേവർ ഉണ്ട്. സോയ സോസും കുരുമുളകിൻ്റെ നല്ല ഒരു ഫ്ലേവർ ഉണ്ട്. പിന്നെ നമ്മുടെ വറ്റൽമുളകിൻ്റെ സംഭവം കിടുക. അത് മാത്രം ഇങ്ങനെ കഴിക്കാം. ഒരു പീസ് എടുത്തിട്ട് അതിലോട്ട് നമ്മുടെ ആ പൊടിയുണ്ടല്ലോ, ഇവിടുത്തെ ആംബിയൻസ് ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ എരിവെന്ന് പറയാനില്ല, ചെറിയൊരു കുരുമുളകിൻ്റെ ഒരു സ്പൈസ് അത്രേ ഉള്ളൂ. ഒരാളിവിടെ ആൽമണ്ട് തന്നെ പെറുക്കി കഴിച്ചുകൊണ്ടിരിക്കുക. മിക്സറിനകത്തെ കപ്പലിൻ്റെ ഓർക്കുന്ന പോലെ. കൊള്ളാം കേട്ടോ, സംഭവം നല്ല ഇടുക.
ഇതുപോലൊരു വൈകിട്ട് എന്തായാലും ഇവിടെ വന്നിരിക്കുമ്പോൾ കഴിക്കാൻ പറ്റിയൊരു ഐറ്റമായിരുന്നു. നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കും വീടിൻ്റെ പുറയിൽ ഇങ്ങനെ കിടിലം വ്യൂ, എന്തൊരു ഭാഗ്യമല്ലേ. ഇതുകൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട്. ശരിയാണ്, ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഫ്ലാറ്റിലൊക്കെ ഇരിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ ദോഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പം നമുക്ക് ഏറ്റവും അടുത്ത് നല്ല ഹോസ്പിറ്റലൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ കോട്ടയം. ഇവിടുന്ന് 60 കിലോമീറ്റർ ഉണ്ട്, അവിടെ വരെ പോകണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസ് ലാപ്ടോപ്പിൻ്റെയോ മൊബൈലിൻ്റെയൊക്കെ ഓതറൈസ്ഡ് സർവീസ് വരണമെങ്കിൽ നമുക്ക് കോട്ടയം വരെ പോകണം. അപ്പം റൂറൽ ഏരിയ താമസിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഗുണമുണ്ട് ദോഷമുണ്ട്. പിന്നെ നമ്മൾ ഏതിനാണ് കൂടുതൽ വാല്യൂ കൊടുക്കുന്നതെന്നുള്ള പോലെ ഇരിക്കും. ഡ്രൈവ് ഡിലീഷ്യയുടെ ഈ ചാനലിൽ ഇതുപോലെ ചെറിയ ചെറിയ ഔട്ട്ഡോർ കുക്കിങ്ങും ഇതുപോലത്തെ പിക്നിക്സും ഒക്കെ ആയിരിക്കും. നമ്മുടെ ഈ ലോക്ക്ഡൗണും പ്രശ്നങ്ങളും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചുകൂടെ നല്ല സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പം ഞങ്ങളുടെ ഈ നാട്ടിൻപുറത്തെ ജീവിതവും ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഞങ്ങൾ അടുത്ത ആഴ്ച മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.